ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. എഫേസ്യർ 6:10 എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ദൈവം ആഗ്രഹിക്കുന്നത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഇന്ന് ആളുകളിൽ നമ്മൾ അഭിഷേകത്തിൽ പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെടേണ്ട അത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഏറ്റവും ദൈവകൃപ പ്രാപിക്കേണ്ട നിമിഷങ്ങളാണ് ഈ ദിവസങ്ങളിൽ. ഇത് അന്ത്യകാലമാണ്. കർത്താവിനായി ഏറെ പ്രയോജനപ്പെടേണ്ടതും അതുപോലെ തന്നെ അനേക വൃദ്ധന്മാർ വീണുകൊണ്ടിരിക്കുമ്പോൾ, അനേക വൻമരങ്ങളായി നിന്ന് അനേകർ കർത്താവിന്റെ വേലയിൽ ചുമൽ കൊടുത്തിരുന്ന അനേകർ വീണുകൊണ്ടിരിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം നമ്മെയും നമുക്കുള്ളവരെ കർത്താവിനായി നിൽക്കുവാൻ, വിശ്വസ്തയോടെ നിൽക്കുവാൻ ഇതുവരെ സഹായിച്ച ദൈവത്തിനായി ആമേൻ ശക്തിപ്പെടണം. ഹല്ലേലൂയ. ഈ വചനവേദ ഭാഗം വായിക്കുമ്പോൾ 7 പേര് മുന്നമേ തന്നെ 7 പേരെ കുറിച്ച് ദൈവാലോചന പറയുകയാണ്. 7 പേരെന്ന് പറയുമ്പോഴത്തേക്കും 7 വ്യത്യസ്ത അവസ്ഥയിലായിരുന്നവർ. എഫേസ്യർ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ഉറങ്ങുന്നവനെ, ഹല്ലേലൂയ, ഉറങ്ങുന്നവനെ വിളിച്ചാൽ വിളി കേൾക്കും. ഉറക്കം നടിക്കുന്നവനെ വിളിച്ചാൽ ഒരിക്കലും വിളി കേൾക്കത്തില്ല. ആത്മീയത്തിൽ ഉറങ്ങുന്ന അവസ്ഥയിലായിരിക്കുന്നുവോ? ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രശ്നങ്ങളാലാണോ നമ്മൾ ഉറങ്ങിയിരിക്കുന്നത്? ഹല്ലേലൂയ. ഉറങ്ങിയിരിക്കുന്നവനോട് ആത്മീയമായി ഉറങ്ങിയിരിക്കുന്നുവെങ്കിൽ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ഉറങ്ങുന്നുവെങ്കിലും മരിച്ചവരുടെ ഇടയിൽ ആയിരിക്കുന്നത് ഒരു എഴുന്നേൽപ്പ് ആവശ്യമാണ്. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നവരിക്കുന്നെന്ന് അരുളി ചെയ്ത് അതേ ദൈവം പറയുകയാണ്, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ദിവസം എല്ലാവരും കർത്താവിന്റെ ജനനം ആഘോഷിക്കുകയാണ്. യേശു കർത്താവിന്റെ ജനനം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവിന്റെ ജനനം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് അനുനിമിഷം ചിന്ത ഉണ്ടായിരിക്കണം. ഈ ദിവസം മാത്രമല്ല, യേശു കർത്താവിന്റെ ജനത്തെ എല്ലാവരും ലോകരൊന്നാകെ യേശു കർത്താവിന്റെ ജനനം ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നുവെന്ന്. പക്ഷെ നമ്മെ ചേർക്കുവാൻ വരുന്ന കർത്താവിനായി നമ്മൾ ഒരുങ്ങണം. അതിനാണ് ഇവിടെ പറയുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്ന ഉറങ്ങുന്നവൻ ഒരിക്കലും ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ആ അവസ്ഥയിൽ നിന്ന് ഒരു എഴുന്നേൽപ്പ് ഏറ്റവും അത്യാവശ്യം. ഹല്ലേലൂയ. രണ്ടാമതായി പറയുന്നു എഫേസ്യർ ലേഖനം 5:22, ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും സഹോദരിമാരാണ് എന്നെ കേൾക്കുന്നവർ. അതെ, ദൈവത്തിന്റെ വചനം പറയുന്നു, ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. കൊലോസ്യർ ലേഖനം 3:18 പറയുന്നു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. ഹല്ലേലൂയ. ഈ തലമുറയിൽ ഈ കാലഘട്ടത്തിൽ കീഴടങ്ങുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. എന്റെ വിവാഹം കഴിയാൻ വേണ്ടി വളരെയധികം ഭാരത്തോടെ ആയിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഈ ദൈവത്തെ രക്ഷകനായി സ്വീകരിച്ച് ഒറ്റയ്ക്ക് ഇറങ്ങിയതാണ്. CSI ആയിരുന്നു ഞാൻ ആദ്യം പോയിക്കൊണ്ടിരുന്ന ചർച്ച്. അപ്പൊ അതിൽ നിന്ന് വേറിട്ട് കർത്താവിനെ വേർതിരിച്ചു. ദൈവത്തിനായി നിന്നപ്പോൾ ഒരുപാട് പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ അനുഭവിച്ചു. എനിക്ക് മുൻപ് മൂത്ത 2 സഹോദരിമാരാണുള്ളത്. എന്റെ വിവാഹം നടക്കാതെ ഭാരപ്പെട്ടു. എല്ലാവരും എന്നെ കുറിച്ച് വഴക്ക് പറയുവാനിട വന്നു. എന്ന് വെച്ചാൽ നീ ഒറ്റയ്ക്ക് ഇറങ്ങിയത് കൊണ്ടാ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒരു മാർഗം തിരഞ്ഞെടുത്തത് കൊണ്ടാ നിന്റെ വിവാഹം, അല്ലെങ്കിൽ നീ ഇതുവരെയും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വളരെയധികം എല്ലാവരും നിന്ദിച്ചു, എല്ലാവരും പരിഹസിച്ചു. സ്വന്തം വീട്ടിനകത്ത് വന്നിരുന്ന് പറഞ്ഞു, ഞാൻ പോകുന്ന മീറ്റിംഗിൽ കടന്നു പോകുന്ന ഒരു ദൈവദാസിയുടെ കൂടെയാണ് ഞങ്ങൾ ആരാധനയ്ക്ക് പങ്കെടുക്കുന്നത്. പോകുമ്പോൾ ആ ദൈവദാസി എവിടെയെല്ലാം മീറ്റിംഗിനായി കടന്നു പോകുന്നു അവിടെയെല്ലാം ഞങ്ങളേക്ക് കൊണ്ടുപോകും. അപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ബന്ധുവായ ഒരു മാതാവ് വന്നിരുന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ
ആ ദൈവദാസിയോടൊപ്പം പോകുമ്പോൾ അനേകടുത്ത് പോകുന്നല്ലോ, അവിടെയെല്ലാം പോകുന്ന കാണുന്നവരെ ആരെങ്കിലും സ്നേഹിച്ചെങ്കിൽ ഇറങ്ങിപ്പോ എന്നവരെ എന്നോട് ഇങ്ങനെ പറയുവാൻ ഇടയായി. ഞാൻ പറയട്ടെ, അന്ന് അവരോട് ഒരു മറുപടിയും പറഞ്ഞില്ല. സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എനിക്ക് ഏറ്റവും ആഗ്രഹമായിരുന്നു വിവാഹം കഴിക്കാതെ ശുശ്രൂഷ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥനയോടെ ആയിരുന്നു, ദൈവത്തിന്റെ ഹിതമെങ്കിൽ മാത്രം വിവാഹം നടന്നാൽ മതി എന്നുള്ള ആ പ്രാർത്ഥനയോടെ ആയിരുന്നു. ഒരിക്കലൊരു ചർച്ചിൽ വരുന്ന ഒരു ദൈവദാസിയായ ഒരു മാതാവ് എന്നോട് പറഞ്ഞു, നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, എല്ലാവരുടെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടുന്നു, ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനും ഇരിക്കും. എന്റെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ദൂരമാണ് ഈ ആന്റിയുടെ ഭവനം. അപ്പൊ ആന്റി പറഞ്ഞു, ഒരേ സമയത്ത് നമുക്ക് 2 പേർക്ക് ഇരിക്കണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവാത്മാ ഒരിക്കൽ എന്നോട് ഇങ്ങനെ സംസാരിച്ചു, നിന്റെ തുണയ്ക്ക് ആക്സിഡന്റ് സംഭവിക്കാൻ പോകുന്നു എന്ന് ഇങ്ങനെ സംസാരിച്ചു. 2013 മെയ് 1-ാം തീയതിയോ 2-ാം തീയതിയോ ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് ഞാൻ പ്രാർത്ഥന നിർത്തിയിട്ട് ഈ ദൈവദാസിയായ ആന്റി വിളിച്ചു പറഞ്ഞു, ആന്റി ഇങ്ങനെയാണ് ദൈവാത്മാ ഇടപെടുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആന്റി പറഞ്ഞു, എന്തായാലും നീക്കുപോക്കുള്ളത് കൊണ്ടാണ്, പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ആലോചന കൈമാറിയത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതകരമായി നടത്തും. അത് കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ഞാൻ കാണുന്നതും. അതെ, 2 മാസം ഇട കഴിഞ്ഞിട്ടാണ് എൻഗേജ്മെന്റ്. അത് കഴിയുമ്പോൾ വിളിച്ചു പറയുന്നു, ഞാൻ എന്ന് കണ്ടോ അതേ മാസം മെയ് 16-ാം തീയതി തന്നെ ഒരു ആക്സിഡന്റ്. അന്ന് അവരെ ഹെൽമെറ്റ് വയ്ക്കാത്ത ആൾ ഹെൽമെറ്റ് വെച്ചത് കൊണ്ട് ദൈവം ഒരു ദോഷവും സംഭവിക്കാതെ വേണം ദൈവം കാത്തു. ഞാൻ പറയട്ടെ, എപ്പോഴും എല്ലാവരും ഓരോ പ്രശ്നങ്ങളിൽ എന്നെ വല്ലാതെ ഞാൻ ചെയ്യാത്ത കുറ്റം ചെയ്തെന്ന് പറഞ്ഞത് കൊണ്ടൊക്കെ ഞാൻ വളരെ ദൂരെ ഉള്ളതിന് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അന്ന് എന്റെ പ്രായം 29 വയസ്സാണ്. എന്നിട്ട് വിവാഹം നടക്കാതെ ആയപ്പോൾ അത്രമാത്രം വളരെയധികം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അനുഭവിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൂരെയുള്ളത് വേണം. അതുപോലെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്റെ തുണை കർത്താവ് ലോകത്തിൽ ഏത് രാഷ്ട്രത്തിലാണെങ്കിലും കർത്താവ് ഈ ഇന്ത്യ രാജ്യത്തിലേക്ക് കൊണ്ടുവരണം. ഇന്ത്യ രാജ്യത്തിൽ എവിടെയാണെങ്കിലും എന്റെ കർത്താവ് ഈ കേരള സംസ്ഥാനത്ത് കൊണ്ടുവരണം. കേരള സംസ്ഥാനത്തിൽ ഏത് ജില്ലയിലാണെങ്കിലും ദൈവം ഈ തിരുവനന്തപുരം ജില്ലയിൽ കൊണ്ടുവരണം. ഈ തിരുവനന്തപുരം ജില്ലയിൽ എവിടെയായാലും എന്റെ ഭവനത്തിൽ കൊണ്ടുവരണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, എന്റെ ദൈവത്തിന്റെ കൃപ എനിക്ക് വിവാഹം നടന്നപ്പോൾ ദൈവം അത്ഭുതകരമായി നടത്തി. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നേപ്പാളികളായിരുന്ന അത് എന്റെ തുണയുടെ പപ്പയും മമ്മിയും ദൈവം ഇടുക്കി ജില്ലയിലേക്ക് 50 വർഷത്തിന് മുമ്പേ കൊണ്ടുവന്ന് താമസിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയം തിരുവനന്തപുരത്ത് അതേ സഹോദരന്റെ ഭവനത്തിലായിരുന്നു എന്റെ തുണ. ഹല്ലേലൂയ. ദൈവം തക്ക സമയത്ത് സ്വർഗത്തിലെ ദൈവം കൊണ്ടുവന്നു. ഞാൻ പറയട്ടെ, ഞാൻ ഇത് പറയുവാൻ കാരണം ഈ വചനം വന്നതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം, ഈ സാക്ഷ്യം പറഞ്ഞത്. കർത്താവ് ഒരുക്കിയത് ഏറ്റവും ശ്രേഷ്ഠമായത്. ഞാൻ അന്ന് തന്നെ എന്റെ തുണയോട് ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞ് വിളിക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എല്ലാ വചനം പറയുന്നു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യും, പക്ഷെ ശുശ്രൂഷയില് ദൈവം പറയുന്നത് മാത്രമേ എനിക്ക് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അതിൽ മാത്രം എന്നെ തടയരുതെന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്, ദൈവത്തിന്റെ ഉദ്ദേശ്യം, ദൈവത്തിന്റെ ഹിതം നമ്മിൽ നിറവേറുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമുക്കായി ആക്കി വെച്ചിരിക്കുന്നവരോടും നമ്മൾ ഇങ്ങനെ പറയുന്നു. ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്, എന്റെ തുണയോട് അങ്ങനെ പറഞ്ഞു. എന്ത് തന്നെയായാലും ദൈവം എന്നോട് പറയുന്നത് എന്റെ തുണയോട് കേൾക്കേണ്ട ആവശ്യമില്ല. ദൈവം പറയുന്നത് അതുവഴി ചെയ്യണം. ബാക്കി എല്ലാ കാര്യങ്ങളും കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങും. ദൈവവചനം എടുത്തു പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കുടുംബജീവിതമൊക്കെയും ആരംഭിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ നടത്തി, ദൈവം ഞങ്ങളെ പുലർത്തി. ഹല്ലേലൂയ. ഇന്ന് 12 വർഷത്തോളം എത്തിയിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദയ ഞങ്ങളോട് കൂടെയിരുന്നു. ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ വഴി നടത്തി. പലവിധമായ പ്രശ്നങ്ങൾ വന്നപ്പോഴും കർത്താവ് കൈവിടാതെ കർത്താവ് കാത്തു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനപ്രകാരം ഭാര്യമാരെ കർത്താവിൽ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. മൂന്നാമതായി പറയുന്നു, എഫേസ്യർ ലേഖനം 5:25, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഭർത്താക്കന്മാരോടുള്ള ഒരു ആലോചനയാണ് ദൈവം പറയുന്നത്. ഹല്ലേലൂയ. ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത് അതുപോലെ തന്നെ തന്റെ ഭാര്യയെ സ്നേഹിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന അതേ വചനപ്രകാരമുള്ള ജീവിതമാണെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. പലരും കുടുംബജീവിതത്തിനായി അല്ലെങ്കിൽ വിവാഹം നടക്കുവാനൊക്കെയും കാത്തൊക്കെ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ ഇടയ്ക്കും ഒരു സഹോദരിയോട്
ഉപദേശം കൈമാറുവാൻ ഇടവന്നു. അതായത് ഭാര്യ ഭർത്താക്കന്മാർ നേരെയുള്ള ഒരു ബന്ധമാണെങ്കിൽ, നേരെയായിട്ടുള്ള ഒരു ബന്ധമാണെങ്കിൽ അത് നിലനിൽക്കുകയില്ല. നമ്മളൊരു ത്രികോണം എടുത്തു വെച്ചാൽ രണ്ട് സൈഡിൽ ഭാര്യയും ഭർത്താവ്, അതില് നേരെ ദൈവത്തെ ഒരാൾ സ്നേഹിച്ചിട്ട് അവിടെ നിന്നാണ് ഭർത്താവിനെ സ്നേഹിക്കുന്നത് എങ്കിൽ ആ സ്നേഹം നിലനിൽക്കും. അതുപോലെ ഭാര്യയും അങ്ങനെ തന്നെയാണ്, ഭർത്താവും അങ്ങനെ തന്നെയാണ്. ദൈവത്തിനാണ് ഒന്നാം സ്ഥാനമെങ്കിൽ അതേ കുടുംബജീവിതം നേരെ പോകുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. ഹല്ലേലൂയ. സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ ദൈവം പറയുകയാണ്, കുടുംബജീവിതത്തിൽ വളരെയധികം വേദന അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നു, അവർക്ക് ഈ ദിവസത്തിൽ ഒരു വിടുതൽ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവാം ദൈവം ആലോചന കൈമാറുകയാണ്. പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടും പല പ്രശ്നങ്ങളാൽ കുഴങ്ങി മറിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ ഇതിനൊരു സമാപ്തി വരുത്തും, ഞാൻ ഈ അവസ്ഥയ്ക്ക് ഒരു ഭേദം വരുത്തും, ഈ അവസ്ഥയ്ക്ക് ഒരു മുടിവ് വരുത്തുമെന്ന് ദൈവാത്മാവിൽ ആലോചന കൈമാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തതായി ദൈവവചനം പറയുന്നു, നാലാമതായി എഫെസ്യർ ലേഖനം 6:1 പറയുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ നേരെ പപ്പയമ്മ അനുസരിക്കണമെന്നല്ല. ചിലപ്പോ പപ്പയമ്മ എന്ത് ചെയ്യും, സ്നാനപ്പെടാൻ പോകുകയാണെങ്കിൽ എന്റെ പപ്പയുടെ അമ്മയ്ക്ക് അറിയാം, പപ്പയോട് പറയാതെയാണ് പോയി സ്നാനപ്പെട്ടത്, പപ്പ അറിഞ്ഞാൽ വിലക്കും പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്തു, ദൈവത്തിന്റെ വചനം, ഈ വചനം എന്നെ പിടിച്ചു നിർത്തി, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ഇറങ്ങിയത് കൊണ്ട് ഏറെ പ്രശ്നങ്ങൾ അനുഭവിച്ചു, ഏറെ കഷ്ടതകൾ അനുഭവിച്ചു. പക്ഷെ അതിലൊന്നും സ്വർഗത്തിലെ ദൈവം കൈവിടാതെ താങ്ങി നടത്തി. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നറിയാമോ, ഓരോ നിമിഷവും വചനം വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം വചനത്തിലൂടെ ഇടപെടും, വചനത്തിലൂടെ സംസാരിക്കും. അത് തന്നെയാണ് ഒരു ബലം, അത് തന്നെയാണ് ദൈവത്തിന്റെ കൃപയാൽ നിലനിൽക്കുവാൻ, ഇതുവരെ നിലനിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചത്, എളിവിളിൽ ദൈവം നിർത്തിയത് ദൈവത്തിന്റെ മഹാകൃപ ഒന്നുകൊണ്ട് മാത്രം. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിന്, അത് ന്യായമല്ലോ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് അന്ത്യകാലമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത്, ഈ ലേഖനത്തിൽ പറയുന്നത്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളായിരിക്കും, വമ്പ് പറയുന്നവരായിരിക്കും, അപ്പനമ്മയെ അനുസരിക്കാത്ത മക്കളായിരിക്കുമെന്ന് വചനം പറയുന്നു. അതുപോലെയാണ് ഈ തലമുറയിൽ നമ്മൾ ഏറെ പ്രാർത്ഥിക്കണം. അതെ, എനിക്ക് വളരെയധികം സന്തോഷമായി തലമുറകൾക്ക് വേണ്ടി അന്യഭാഷയിൽ 10 മിനിറ്റ് പ്രാർത്ഥിച്ചത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ. എവിടെ ഒരു അമ്മ കരഞ്ഞു, ആ കരച്ചിലിന് മറുപടി ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എന്റെ ഭവനത്തിൽ ഞങ്ങൾ 3 പേരായിട്ടും ഏറ്റവും പിടിവാശിയും ഏറ്റവും വികൃതിയായിരുന്ന ഞാനാ. ഹല്ലേലൂയ. എന്റെ കർത്താവിന് ഇഷ്ടമില്ലാത്തതൊക്കെ ചെയ്ത ഞാനാ. പക്ഷേ എന്റെ കർത്താവ് എന്നെ 12ാമത്തെ വയസ്സിൽ സ്വർഗത്തിലെ ദൈവത്തിനായി വേർതിരിച്ചു, യേശു കർത്താവിനായി വേർതിരിച്ചു. എങ്ങനെയെന്നറിയാം, എന്റെ അമ്മയുടെ കണ്ണുനീര്, എന്റെ അമ്മയുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് സ്വർഗത്തിലെ ദൈവം എന്നെ ഇതുവരെ നിർത്തുന്നത്. ഹല്ലേലൂയ. എന്റെ അമ്മയും 12 വയസ്സൊക്കെ ആയപ്പോ രക്ഷിക്കപ്പെട്ടതാ. അപ്പോൾ സ്നാനപ്പെടുവാൻ അവസരം ലഭിച്ചില്ല. കൊല്ലം ചവറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദൈവദാസന്റെ കുടുംബത്തില് 2 വർഷം അമ്മ പാർത്ത നിമിത്തം വചനം പഠിക്കുവാനും വചനം ആഴമായി മനസ്സിലാക്കുവാനും സ്നാനപ്പെടാനൊക്കെ തയ്യാറാക്കിയപ്പോ സഹോദരങ്ങളും എല്ലാവരും നിർബന്ധപൂർവ്വം ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്തെന്നറിയോ, വിവാഹം കഴിച്ചയച്ചു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആ അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയും സ്വർഗത്തിലെ ദൈവം ഈ എളിയവളെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പൻ, അത് ഉചിതമല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് അത് ന്യായമല്ലോ. അതെ, അന്യായമായത് ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം പറയുന്നത് ന്യായമായ കാര്യങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് അധികമായി പറ്റിച്ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. അടുത്തതായി വചനം പറയുന്നത്, അഞ്ചാമത്തെ കാര്യം പറയുന്നത്, പിതാക്കന്മാരെ നിങ്ങൾ, എഫെസ്യർ ലേഖനം 6:4, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ഹല്ലേലൂയ. അടുത്ത ദൈവം പറയുന്നത് പിതാക്കന്മാരോടാണ്. ഒന്നാമത് ഉറങ്ങുന്നവനോട് കർത്താവ് സംസാരിക്കുകയാണ്, രണ്ടാമത് ഭാര്യമാരോട്, മൂന്നാമത് ഭർത്താക്കന്മാരോട്, നാലാമത് മക്കളോട്, അഞ്ചാമത് പറയുന്നു പിതാക്കന്മാരോട്. നിങ്ങൾ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ഹല്ലേലൂയ. ഇന്ന് ദുർലഭമായി കൊണ്ടിരിക്കുന്ന അതാണ്, പഥ്യോപദേശവും ബാലശിക്ഷയും ഇന്ന് ഒഴിവായി
ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാലോ ദൈവത്തിന്റെ വചനം സദൃശവാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? മക്കളെ എന്തെങ്കിലും വടി കൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളെ കോപിപ്പിക്കാതെ എന്ത് ചെയ്യണം? കർത്താവിന്റെ ബാലശിക്ഷയിലും പദ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ഹല്ലേലൂയ. അടുത്തതായി ദൈവത്തിന്റെ വചനം പറയുന്ന എഫെസ്യർ 6:5, ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പൻ. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ഒരു യജമാനനുണ്ട്. യജമാനൻ ഉള്ളപ്പോൾ എന്തെങ്കിലും ദാസന്മാരോട് പറയുകയാണ്, ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പൻ. ഹല്ലേലൂയ. നമ്മൾ അനുസരിക്കുന്നത്, സേവിക്കുന്ന ഈ ജീവനുള്ള ദൈവത്തെയാണ്. ദൈവത്തെ ഭയപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പിശാചിനെയാണ് എന്ത് ചെയ്യുന്നത്? പേടിക്കുന്നത്. ഹല്ലേലൂയ. വിചാരം അത് ഇതെന്ന് പറഞ്ഞൊക്കെ പോരാട്ടമാണ്, പ്രശ്നമാണെന്ന് പറഞ്ഞ് പിശാചിനെയാണ് പേടിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ അങ്ങനെയാ പറയുന്നത്, ദൈവത്തെ ഭയപ്പെടുകയും തന്നിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നവരിലാണ്, തന്റെ ദയയിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. യഹോവയായ ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവവചന അടിസ്ഥാന പ്രകാരം ഹല്ലേലൂയ ദൈവത്തിന് കീഴടങ്ങണം. ദൈവത്തിനായി ദൈവത്തെ ഭയത്തോടെ ആയിരിക്കണം. ദൈവത്തോടുള്ള ഭയം, ദൈവത്തോടുള്ള ഭക്തിയാണ് ആവശ്യം. ഈ കാലഘട്ടത്തിൽ വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഭക്തന്മാർ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വസ്തയോടെ ഭക്തിയോടെ ഈ ദൈവത്തെ ആരാധിപ്പാൻ. ഹല്ലേലൂയ. കപടഭക്തി കാണിക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഭക്തിയോടെ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ദൈവത്തോട് പറ്റിച്ചേർന്ന് നമുക്ക് സ്വർഗസ്ഥനായ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം. സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഹല്ലേലൂയ. അത് കർത്താവിന്റെ രാജ്യം നമ്മിലാ എന്നിലാ വരേണ്ടത്. നമ്മൾ വ്യക്തിപരമായി ഓരോരുത്തരിലാ വരേണ്ടത്. കർത്താവിന്റെ ഇഷ്ടം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലാണ് നിറവേറേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിന് കീഴടങ്ങേണ്ടവരാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ഹല്ലേലൂയ. അടുത്ത വചനം ഇങ്ങനെ പറയുന്നു, നമ്മൾ കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അടുത്ത 7 പറയുന്നു, യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും. എഫെസ്യർ ലേഖനം 6:9, യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെ യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷം ഇല്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും യജമാനന്മാർ എന്ത് ചെയ്യും? ദാസന്മാരെ വല്ലാതെ അടിച്ചമർത്തും. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. ഹല്ലേലൂയ. എല്ലാത്തിലും ഒരു കീഴ്പ്പെടൽ ആവശ്യമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെ നടത്തുന്നവർക്ക് കീഴ്പ്പെട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ദൈവാലോചന നിരസിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അല്ലെങ്കിൽ പ്രവചനം പറയുമ്പോൾ നിരസിക്കുന്നവരുണ്ട്. അത് എന്നെ കുറിച്ചല്ല, അതൊന്നും വിശ്വാസമൊന്നും ഇല്ലെന്ന്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നു, പ്രവചനം തുച്ഛീകരിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മെക്കാളും അല്പം അഭിഷേകം കുറഞ്ഞവരാണെങ്കിൽ പോലും നമ്മെ നടത്തുന്നവരെ നമ്മൾ ബഹുമാനിക്കണം. അവർക്ക് കീഴടങ്ങി തന്നെ നമ്മൾ ആയിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ 7 കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നാളുകൾ നമ്മൾ ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അപ്പോസ്തല പ്രവൃത്തികളിൽ വചനം പറയുന്നു, 4-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവിനോട് തന്റെ മക്കൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വായിക്കുമ്പോൾ 4-ാം അധ്യായം 27-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവേ അവരുടെ ഭീഷണികളെ നോക്കണമേ. നമ്മൾ ഈ നാളുകളിൽ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ദൈവജനത്തിനെതിരെ
ഭീഷണി മുഴങ്ങിയിരിക്കുകയാണ് എല്ലായിടത്തും. ഹല്ലേലൂയ. വടക്കേ ഇന്ത്യയിൽ ആകമാനം കർത്താവിന്റെ മക്കൾക്കെതിരെ എല്ലാവരും എഴുന്നേറ്റിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിൽ അവിടെയായി തുടങ്ങിയിരിക്കുന്നു ഈ ഭീഷണികളെയൊക്കെയും. അത് കർത്താവിനെ പ്രസംഗിക്കുമ്പോൾ, കർത്താവിനെ ആരാധിക്കുമ്പോൾ, കർത്താവിന്റെ നാമമഹത്വത്തിനായി നിൽക്കുമ്പോൾ അതിൽ നിന്നേക്ക് കൊണ്ടുപോകുവാൻ, അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശത്രു വളരെയധികം ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പീഡനം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം. ഹല്ലേലൂയ. ഇപ്പോഴും കർത്താവേ, അവരുടെ ഭീഷണികൾ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസന യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. നാളുകളിൽ നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. വചനം പ്രസംഗിക്കുന്നവർ പൂർണ്ണ ധൈര്യത്തോട് ദൈവാത്മാവിൽ പ്രസംഗിക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, വചനം പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നാളുകളിൽ ആരൊക്കെ വചനം പ്രസംഗിക്കുന്നു, ആൺ പെൺ വ്യത്യാസമെന്ന്, പ്രായഭേദമെന്ന്, വിദ്യാഭ്യാസം ഉള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ ഒരു ഭേദവും കൂടാതെ എല്ലാവരും എന്റെ കർത്താവിനെ ഉയർത്തുക. പൂർണ്ണ ധൈര്യത്തോടെ ഈ ദൈവത്തെ ഉയർത്തുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥന ഏറ്റവും അത്യാവശ്യം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് വചനം പറയുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ ധൈര്യത്തോടെ വചനം പ്രസ്താവിക്കുവാൻ, ധൈര്യത്തോടെ മറ്റുള്ളവരിൽ സുവിശേഷം എത്തിക്കുവാൻ എല്ലാം ദൈവം സഹായിക്കും. നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ കരയുവാനും പ്രാർത്ഥിക്കുവാനും ഏറെ കഴിയും. നമുക്ക് എല്ലാവർക്കും നന്നായി കഴിയും ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ. കണ്ണുനീർ കണ്ട് മാറി കടന്നു പോകാത്ത ദൈവം. എവിടെ ഒരു കരയുന്ന അമ്മ ഉണ്ടോ, എവിടെ ഒരു കരയുന്ന സഹോദരി ഉണ്ടോ, തലമുറകൾ നഷ്ടപ്പെട്ടു പോകുകയില്ല, തനിക്കുള്ളവർ നഷ്ടപ്പെട്ടു പോകുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാൻ എന്ന് മാനസാന്തരപ്പെട്ടു അന്ന് മുതൽ എന്റെ പപ്പയെ ദുഷ്ടനായവൻ കൊണ്ടുപോയി ആ പൈശാചിക മണ്ഡലത്തിൽ മദ്യപാനത്തിനൊക്കെയും ആസക്തിയുള്ളവനായി തീർന്നു. പതിയെ മദ്യപാനത്തിന് അടിമയായി തീർന്നു. ഹല്ലേലൂയ. ഏറെ വർഷങ്ങൾ ദൈവത്തോട് നിലവിളിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. മരിക്കുന്നതിന് 3.5 മാസം മുമ്പ് എന്റെ കർത്താവിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് പറയുവാൻ കഴിയും, എന്റെ പപ്പയും ദൈവസന്നിധിയിൽ ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചാൽ ഒരു മറുപടി ഉണ്ട്. പ്രാർത്ഥിച്ചാൽ ഈ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഏത് തരം ഹല്ലേലൂയ ഒരിക്കലും അതിന് പുറത്തു വരികയില്ല എന്ന് പറയുന്ന പ്രശ്നമാകട്ടെ, സ്വർഗത്തിൽ അത് പുറത്തു കൊണ്ടുവരും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം, ഈ ശക്തി പ്രാപിക്കുകയും വേണം. പരിശുദ്ധാത്മാ അഭിഷേകം ഈ നാളുകൾ പ്രാപിച്ചത് അധികം തീഷ്ണതയോടെ നിൽക്കുവാൻ തക്കോണ് അഭിഷേകത്തിന്റെ ശക്തി ആഴമായി ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അധികമായി ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും, നന്മ എത്ര അധികം കൊടുക്കുമെന്ന് വചനം പറയുമ്പോൾ നമ്മൾ അധികമായി പരിശുദ്ധാത്മാവിനാൽ കൊതിക്കണം. ശക്തി പ്രാപിച്ച് ഹല്ലേലൂയ സർവായുധവർഗം ധരിച്ച് പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ ഹല്ലേലൂയ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളുകൾ ദൈവകൃപയിൽ അനുനിമിഷം വർദ്ധിച്ചു വരുവാൻ സഹായിക്കട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവദാസിമാർക്ക്, സഹോദരിമാർക്ക്, അമ്മമാർക്ക് എല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു. ഏത് വിഷയം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാലും അതിന്റെ മേൽ മറുപടി ഉണ്ട്. ആ ഒരു വിഷയത്തിന് എനിക്ക് മറുപടി കിട്ടിയില്ലല്ലോ എന്ന് ഭാരപ്പെടുമ്പോൾ ദൈവാത്മാവ് പറയുക, അതിന് മറുപടി തരും. തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സഭാപ്രസംഗിയിൽ അങ്ങനെയല്ലേ പറയുന്നു, ദൈവം സകലതും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്നത് അതതിന്റെ സമയത്ത് ഭംഗിയായി. മനുഷ്യൻ ചെയ്യുമ്പോൾ അതിൽ കുറവ് വരും. പക്ഷേ നമ്മൾ ദൈവത്തോടുള്ള ഭക്തിയിലിരിക്കുകയാണ്, ഒരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ വേറിട്ട് ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ നെടുവേർപ്പെടുമ്പോൾ, ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കുമ്പോൾ, ദൈവസന്നിധിയിൽ അധികാരത്തോടെ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ നടുവിലൊരു മറുപടി ഉണ്ട്. ഹല്ലേലൂയ. 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 നമ്മുടെ തലമുറകളിൽ കാരണത്തിനുള്ള പ്രശ്നമാണ് മൊബൈൽ. ഹല്ലേലൂയ. പബ്ജിയും ഫ്രീ ഫയർ ഓരോ ഗെയിം അല്ലേ. കർത്താവിന്റെ സന്നിധിയിൽ പ്രിയ മക്കളെ മടക്കി വരുത്തുവാൻ വേണ്ടി എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, കണ്ണുനീരൊഴുക്കുന്നു. ഹല്ലേലൂയ. അതിനൊരു മറുപടി ഉണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ കാര്യത്തിനും മറുപടി ഉണ്ട്. ദൈവം തന്നു മാനിക്കും. സഖരിയാവിന് ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവം മറുപടി നൽകി മാനിച്ച് ഒരു യോഹന്നാനെ നൽകിയ ദൈവം ഈ രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളത്, ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ഒന്നേ ചെയ്യേണ്ടു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവൻ. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം.